ഹായ് ഓൾ, പ്രൈസ് ലോഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ സൗദിയിലെത്തിയിട്ടുണ്ട്. സൗദിയിൽ ട്രിവാൻഡ്രത്ത് നിന്ന് ബോംബെയിലോട്ടും ബോംബെയിൽ നിന്ന് നമ്മുടെ സൗദിയിലോട്ടുമായിരുന്നു കേട്ടോ ഫ്ലൈറ്റ്. ഇത് എയർപോർട്ടിൻ്റെ ഉൾവശമാണ് കേട്ടോ. നമ്മൾ സാധാരണ ഫ്ലൈറ്റ് കയറുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പേ തന്നെ എയർപോർട്ടിലെത്തണം. അവർ നേരത്തെ എത്തിയിട്ടുണ്ട്. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുകയാണേ. ഇത് ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ ഉൾവശമാണ് കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നവർക്കൊക്കെ അറിയാം. നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടും ഡൊമസ്റ്റിക് എയർപോർട്ടും രണ്ട് വശത്താണ്, രണ്ടിടത്തായിട്ടാണ്. ചില എയർപോർട്ടിലൊക്കെ നമുക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ നേരിട്ട് ഫ്ലൈറ്റിലോട്ട് കയറാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ബസ്സിൽ ഇച്ചിരി പോകണം. ബസ്സിൽ പോയിട്ടാണ് നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നത്. ഈ ഫ്ലൈറ്റിൽ മിക്ക യാത്രക്കാരും ബോംബെയിലോട്ടുള്ളവരായിരിക്കും കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് സൗദിയിലത്തേക്കുള്ളത്. എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഫ്ലൈറ്റിൻ്റെ സൗണ്ട് എവിടെ നിന്ന് കേട്ടാലും, ചിലപ്പോൾ വീട്ടിനകത്തായിരിക്കുമ്പോൾ അപ്പോൾ വെളിയിൽ കൂടെ ഫ്ലൈറ്റ് പോകുന്ന സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് നോക്കാറുണ്ടല്ലേ. അപ്പോൾ ഇത് ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴായിരുന്നാലും കുഞ്ഞുങ്ങളാവട്ടെ വലിയവരാവട്ടെ എല്ലാവരുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് 10-200 സീറ്റുണ്ട് ഫ്ലൈറ്റിനകത്ത് നിന്നൊക്കെ കേൾക്കാറുണ്ടെങ്കിലും വെള്ളം പേര് മാത്രമേ, ചുരുക്കം ചിലർ മാത്രമേ പുറത്തോട്ടൊക്കെ പോകാറുണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു. നമുക്ക് ദേശത്തെടുത്ത് നോക്കിയാലും 1-2 പേരെ പുറത്തുള്ളവരുള്ളൂ. സൗദിയിലാവട്ടെ ദമാമിലാവട്ടെ പുറത്തോട്ട് പോകുന്നവർ 1-2 പേരെ കാണത്തുള്ളൂ. അതുപോലെ നമ്മുടെ ഫാമിലീസിലൊക്കെ നോക്കുകയാണെങ്കിൽ 1-2 പേരൊക്കെ പുറത്തുണ്ടാവാറുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. എൻ്റെ ഫാമിലിയിൽ തന്നെ ഒത്തിരി പേർ പുറത്തുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ നാട്ടിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഏരിയ എടുത്ത് നോക്കിയാൽ അവിടെ നിന്ന് 5-6 പേരെങ്കിലും പുറത്തുണ്ടാവാറുണ്ട്. അപ്പോൾ ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോഴായിരുന്നാലും ഞാൻ പണ്ട് ചിന്തിച്ചിരുന്ന പോലെയൊന്നുമല്ല, എല്ലാ സീറ്റും നിറച്ച ആൾക്കാരുണ്ടാവാറുണ്ട് കേട്ടോ. ഇത് ഡൊമസ്റ്റിക് ആവട്ടെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആവട്ടെ ഏതിലായിരുന്നാലും ഒത്തിരി നിറച്ച ആൾക്കാരുണ്ടാവാറുണ്ട്. കൂടുതലും മലയാളികളാണ് പുറത്തോട്ട് കാണുന്നത്. ഞങ്ങൾ ഇവൻ സൗദിയിൽ നിൽക്കുമ്പോഴായിരുന്നാലും എവിടെ പോയിരുന്നാലും നമ്മുടെ മലയാളീസിനെ കാണാറുണ്ട്. അതൊത്തിരി സന്തോഷമാണ്. ഏത് ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട് കേട്ടോ. ഇപ്പോൾ നാട്ടിലെ കൂലിപ്പണിക്കാരായിരുന്നാലും കർഷകരായിരുന്നാലും അതിൻ്റെതായ വിലയും മാന്യതയൊക്കെ ഉണ്ട്. പക്ഷേ പുറത്തോട്ടുള്ള ജോലികൾക്ക് ഇച്ചിരി കൂടെ സാലറി കൂടുതലാണ്. അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് അവിടെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ യുവതലമുറകളെല്ലാം പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. പണ്ട് മാതാപിതാക്കളൊക്കെ പ്രാർത്ഥിക്കുക, അവരെ കഷ്ടതയിലും അവർ കിടന്ന ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് കണ്ണുനീരൊഴുക്കിയതിൻ്റെ പ്രാർത്ഥനയുടെ ഒക്കെ മറുപടിയാണ് ഇന്ന് തലമുറകളൊക്കെ പ്രാപിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ മാതാപിതാക്കൾക്കും ഈ നന്മയൊക്കെ കാണാനും ഈ ദേശങ്ങളൊക്കെ കാണാനൊക്കെ അവസരം ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഒത്തിരി അങ്ങനെയുള്ള മാതാപിതാക്കളെ ഞങ്ങൾ ഈ യാത്രകളിലൊക്കെ കാണാറുണ്ട്. നമ്മളിന്ന് പ്ലെയിനിൽ അങ്ങോട്ട് പോയി നമ്മുടെ കേസാണ് നമ്മൾ എന്താ വത്തുന്നത്. ഇതാണ് മൈ സസി. സസിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൗദിയിൽ പോകുന്നത്. ഇപ്പോൾ പ്ലെയിൻ എടുത്തിരിക്കുന്നു. പ്ലെയിനിൻ്റെ വ്യൂ ഒക്കെ കാണിച്ചിരിക്കുന്നു. ഫ്ലൈറ്റ് ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഉച്ച സമയമൊക്കെ ആകുമ്പോൾ ബോംബെയിലോട്ട് എത്തും കേട്ടോ. ബോംബെയിൽ വെയിറ്റിംഗ് ഉണ്ട്. പക്ഷേ അവർ എയർപോർട്ടിൽ ഇരിക്കത്തില്ല. ഡൊമസ്റ്റിക് ആയതുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് നമുക്ക് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിന് സമയമാകുമ്പോൾ അതിനകത്ത് കയറിയാൽ മതി. അപ്പോൾ എൻ്റെ ഏറ്റവും അനിയത്തി ഫാമിലി അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ വീട്ടിലോട്ട് പോയി കുറച്ച് സമയം റെസ്റ്റ് എടുത്ത ശേഷം ഈവനിങ് വീണ്ടും വന്ന് ഫ്ലൈറ്റിലോട്ട് കയറുന്നതായിരിക്കും. നമ്മുടെ ശംഖുമുഖം ബീച്ചൊക്കെ കണ്ടുകൊണ്ടുള്ള യാത്ര എന്ത് സുഖമാണെന്നറിയോ കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കാണുന്നുണ്ട്. ഇത് ഫ്ലൈറ്റിനകത്തിരിക്കുമ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ. ഈ ഒരു യാത്ര ഞാനില്ല, എൻ്റെ ഹസ്ബൻഡ് കുഞ്ഞുങ്ങൾ മാത്രമാണുള്ളത്. പക്ഷേ ഹസ്ബൻഡ് ഒത്തിരി വിഷ്വൽസ് പകർത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസൊക്കെയാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫ്ലൈറ്റിനകത്ത് ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഫുഡ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ മുട്ടയുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും കുറച്ച് വെജിറ്റബിൾസും അതുപോലെ ഇച്ചിരി ക്രീമും ബണ്ണും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മോൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, മോൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എയർ ഇന്ത്യയുടെ സർവീസ് പൊതുവെ മോശമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ ഇവരുടെ അനുഭവത്തിൽ നല്ല സർവീസായിരുന്നു. ഫുഡ് നല്ലതായിരുന്നു, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നല്ലതായിരുന്നു കേട്ടോ. 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബോംബെയിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള കാഴ്ചയല്ല ബോംബെയിൽ വന്നപ്പോൾ മൊത്തം കെട്ടിടങ്ങളാണ്. നമുക്കറിയാം ബോംബെയിലെ തിരക്കുകളൊക്കെ എല്ലാവർക്കും അറിയുന്നുള്ളതാണ്. ആ തിരക്കുകളൊക്കെ നമ്മുടെ ഫ്ലൈറ്റിലിരിക്കുന്ന കാഴ്ച തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മുംബൈ എയർപോർട്ട് വലിയ എയർപോർട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത നെക്സ്റ്റ് വ്ളോഗായിട്ട് അത് വരുന്നതായിരിക്കും. ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തുടർന്ന് വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. എന്നാൽ മാത്രമേ എൻ്റെ വീഡിയോസ് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിലോട്ട് വരാം കേട്ടോ. നമ്മൾ എയർപോർട്ടിനകത്ത് വരുമ്പോൾ ഉണ്ടല്ലോ പലതരത്തിലുള്ള ആൾക്കാരെ കാണാറുണ്ട്. പല മാനസികാവസ്ഥകളിൽ ഇരിക്കുന്നവരെയാണ് അവിടെ കാണാൻ പറ്റുന്നത്. ഒത്തിരി നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം
വിസയും ടിക്കറ്റും ഒക്കെ വന്ന് വളരെ സന്തോഷത്തോടെ വിദേശത്തേക്ക് ജോലിക്ക് പോകാനായിട്ടിരിക്കുന്നവർ കാണും. അവരുടെ മുഖത്തൊക്കെ വളരെ സന്തോഷം കാണാറുണ്ട്. സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ഉണ്ടാവും കേട്ടോ. ആ ടൈപ്പ് ആൾക്കാരെ കാണാറുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന കുഞ്ഞുങ്ങളെ കാണാറുണ്ട്. അവരും ഹാപ്പി ആയിരിക്കും. എന്നാൽ വളരെ പ്രയാസത്തോടെ ഇരിക്കുന്ന ഒരു കൂട്ടരെ കാണാറുണ്ട് കേട്ടോ. കഷ്ടതയും പട്ടിണിയും അതുപോലെ കടഭാരമൊക്കെ നിമിത്തം മാത്രം പ്രവാസ ലോകം തിരഞ്ഞെടുത്ത സഹോദരങ്ങളാണ് അവരൊക്കെ. അപ്പോൾ അവർ ഈ യാത്രയൊന്നും എൻജോയ് ചെയ്യാറില്ല. വളരെ ഭാരത്തോടെ ആയിരിക്കും ഇരിക്കുന്നത്. ഫ്ലൈറ്റിൽ കയറിയിരിക്കും, അവർ കണ്ണടച്ചുറങ്ങും. അവർ ഈ യാത്രകളൊന്നും എൻജോയ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരെ ഓർക്കുമ്പോൾ വളരെ വിഷമമാണ്. പിന്നെ വേറൊരു കൂട്ടരെ കാണാറുണ്ട്. ഭാര്യയും മക്കളും ഭർത്താവും എല്ലാവരും ഒരുമിച്ച് ഫാമിലിയായിട്ട് പോകുന്നവരെ കാണാറുണ്ട്. അവരൊക്കെ നല്ലതായിട്ട് എൻജോയ് ചെയ്ത് വളരെ സന്തോഷത്തോടെ അടുത്തൊരു രാജ്യത്തിലേക്ക് പ്രത്യാശയോടെയൊക്കെ പുതിയൊരു നന്മകളൊക്കെ തേടി പോകുന്നവരാണ്. അവരൊക്കെ സന്തോഷത്തോടെ ആയിരിക്കും കാണുന്നത് കേട്ടോ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ മാതാപിതാക്കളില്ലേ, അവരെ കാണാറുണ്ട് കേട്ടോ. മക്കളൊക്കെ നന്മകൾ പ്രാപിച്ച് പല രാജ്യങ്ങളിൽ ഇരിക്കുമ്പോൾ അവർ ആയിരിക്കുന്ന സ്ഥലവും അവരായിരിക്കുന്ന നന്മകളൊക്കെ കാണാൻ വേണ്ടി മക്കൾ അമ്മപ്പന്മാരെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെയുള്ള അമ്മയപ്പന്മാരെയൊക്കെ ഞങ്ങൾ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ചിലർക്ക് യാത്രകൾ സന്തോഷകരമാണെങ്കിൽ ചിലർക്ക് സങ്കടകരമാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷകരമായ യാത്രകൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട്. അടുത്ത ഫ്ലൈറ്റ് എടുക്കുകയാണ്. ബോംബെയിൽ നിന്ന് സൗദിയിലോട്ട് ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ്. ഇത്രയും സമയം അവർ ബോംബെയിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ അനിയത്തിയുടെ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തു. അതുപോലെ അനിയനെ ജോലി സ്ഥലത്തുണ്ടായിരുന്നു, അനിയനെയും പോയി കണ്ട് ഈവനിങ് സമയമായപ്പോൾ എയർപോർട്ടിലെത്തി ചെക്ക് ഇൻ ചെയ്തു, കയറി കേട്ടോ. അപ്പോൾ ഇവർ ലഗേജൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് ട്രിവാൻഡ്രത്ത് വെച്ച് തന്നെ ഫ്ലൈറ്റിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി സൗദി ചെന്നിട്ട് എടുത്താൽ മതിയാവും. ബോംബെയിലെ അനിയത്തോടൊപ്പമുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലുണ്ടാകും കേട്ടോ. എല്ലാവരും ആ വീഡിയോസ് കാണണം. രാത്രി 10 ആയപ്പോൾ തന്നെ അവർ സൗദിയിലെത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഞാൻ നിർത്തുകയാണ്. തുടർന്ന് വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.